Failure is not a character quality, it is just an event. How you respond to failure is your character. പരാജയം ഒരു സ്വഭാവ ഗുണമല്ല, അതൊരു സംഭവം മാത്രമാണ്. പരാജയത്തോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് നിങ്ങളുടെ സ്വഭാവമാണ് എന്നൊരാൾ പറഞ്ഞിട്ടുണ്ട്. വീഴ്ചകളും പരാജയങ്ങളും ആരുടെയും ജീവിതത്തിലും സംഭവിക്കാം. മനുഷ്യരാരും തന്നെ അതിൽ നിന്നും ഒഴിഞ്ഞിരിക്കുന്നില്ല. വീഴുന്നതൊരു തോൽവിയല്ല, വീണയിടത്തു നിന്നും എഴുന്നേൽക്കാത്തതാണ് തോൽവിയായി കണക്കാക്കുന്നത്. ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം തിരുവചനം പറയുന്നത് സദൃശവാക്യങ്ങൾ 24 അധ്യായം 16 വാക്യം, നീതിമാൻ 7 പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും. എഴുന്നേൽക്കുവാനുള്ള മനസ്സുണ്ടെങ്കിൽ അതിന് ദൈവം നമ്മെ സഹായിക്കും. ക്രിസ്തുവിൽ വസിക്കുന്ന ഒരു ദൈവ പൈതലിന് പാപത്തിൽ വസിക്കുവാൻ കഴിയുകയില്ല. പാപത്തിൽ 7 പ്രാവശ്യം വീണു എന്ന് വരാം. എന്നാൽ ഓരോ തവണയും വീഴുമ്പോഴും പശ്ചാത്താപത്തോടെയും അനുതാപഹൃദയത്തോടെയും കുഞ്ഞാടിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് അവർ വീണ്ടും എഴുന്നേൽക്കുന്നു. ഒരു യഥാർത്ഥ ദൈവ പൈതലിന് പാപത്തിൽ വസിക്കുവാൻ കഴിയുകയില്ല. പാപത്തിന് ദൈവ പൈതലിനെ പൂർണ്ണമായും കീഴ്പ്പെടുത്തുവാനും കഴിയുകയുമില്ല. വീഴുന്നത് സ്വാഭാവികമായ കാര്യമെന്ന് കരുതി നാം ആരും വീഴാൻ നിൽക്കരുത്. വീഴുവാൻ സാധ്യതയുള്ള മേഖലകൾ ഒന്നുകിൽ ഒഴിവാക്കുകയോ അല്ല എങ്കിൽ സൂക്ഷ്മതയോടെ മുന്നേറുകയോ വേണം. നമ്മുടെ വാക്കുകൾ, നോട്ടങ്ങൾ, പ്രവൃത്തികൾ, ഇടപാടുകൾ, ചിന്തകൾ എന്നിവയ്ക്കൊരു നിയന്ത്രണം ഏർപ്പെടുത്തുകയും ഇവ നിമിത്തം തെറ്റിപ്പോകുവാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞിരിക്കുകയും വേണം. സർവോപരി വീഴാതിരിക്കുവാനുള്ള ദൈവകൃപയ്ക്കായി ഓരോ ദിവസവും ഓരോ സമയത്തും ഓരോ സാഹചര്യങ്ങളുടെ മുഖത്തും അപേക്ഷിക്കുക. കാരണം ഗാഡ്സ് ഗ്രേസ് ഈസ് ബിഗർ ദാൻ അവർ ഫെയിലുവേഴ്സ്. നമ്മുടെ തോൽവികളെക്കാൾ വലുതാണ് ദൈവത്തിൻ്റെ കൃപ എന്നത് തിരുവചനം പറയുന്ന എബ്രായർക്ക് എഴുതിയ ലേഖനം 4 അധ്യായം 16 വാക്യം. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക. ഇന്നാരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ വീണ് കിടക്കുന്നുവെങ്കിൽ വീണയിടത്ത് തന്നെ കിടക്കാതെ എഴുന്നേൽക്കുക. ഫെയിലുവർ ഈസ് നോട്ട് ദി എൻഡ് ഓഫ് ദി സ്റ്റോറി. പരാജയം കഥയുടെ അവസാനമല്ല. വി സെർവ് എ ഗോഡ് who can turn failures into success. പരാജയത്തെ വിജയമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. Have a blessed day.